നമ്മളങ്ങനെ നടന്ന് ഏകദേശം അടുത്തെത്തി. കുഴപ്പമില്ലായിരുന്നു, നടക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇടയ്ക്ക് 1-2 സീനൊക്കെ ഉള്ളായിരുന്നു. ഇവിടെ ബ്രിഡ്ജൊക്കെ പണിതിട്ടിട്ടുണ്ട്. അപ്പം ഏകദേശം എത്തിയെന്ന് എനിക്ക് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ആൾക്കാരൊക്കെ തടഞ്ഞിട്ടുണ്ട്. എന്താ ഇതാണ് കേവ്. ഓക്കെ, അടിയിലാണ് കേവ്. എഴുതിയിട്ടുണ്ട്. നൈസാണല്ലോ. നമുക്ക് ബാക്കി ചെന്നിട്ട് കാണാം. ക്യൂരിയോസിറ്റി കളണ്ട. നമ്മളിവിടെ ഇറങ്ങി വരുമ്പോൾ കാണുന്നൊരു വ്യൂ നോക്കും മക്കളെ. അയ്യോ, അങ്ങ് മുകളിൽ ഒരു ടൗണൊക്കെ ഉണ്ട്, മലയുടെ മുകളിൽ. അതാണ് നൈസാണ്. നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷേ കണ്ണുകൊണ്ട് കാണേണ്ട കാഴ്ചകൾ കണ്ണുകൊണ്ട് തന്നെ കാണാം. വീഡിയോക്ക് അതോടെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. അമ്മാതിരി വ്യൂ ആണ്, രക്ഷയില്ല. നമുക്ക് നേരെ അതിനുള്ളിലേക്ക് കയറാം. ഓക്കെ, ഇവിടെയാണ് കേവ്. ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ട് ടോർച്ചൊക്കെ ആയിട്ട്. നമ്മുടെ ടോർച്ചൊക്കെ ഉണ്ട്, നമ്മളെല്ലാം സെറ്റാണ്. നമ്മുടെ അണ്ണന്മാരൊക്കെ കയറി. നമുക്ക് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഡോണ്ട് യൂറിനേറ്റ്, ഓക്കെ ഡോണ്ട് ക്യാരി ആൽക്കഹോൾ, നോർമൽ തിങ്സ്. ഓക്കെ, ഇതാണ് അർവ കേവ്. നമുക്കുള്ളിലേക്ക് പോവാം. അപ്പോൾ ഇരുട്ട് തുടങ്ങിയല്ലോ. വെള്ളം വീഴുന്നുണ്ട്, ഇരുട്ടാണ്. എനിക്ക് വേറെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് മാക്സിമം പറ്റുന്നൊക്കെ എടുക്കാം. നല്ല ഇരുട്ടാട്ടോ അകത്ത്. ലൈറ്റ് ഇല്ലെങ്കിൽ പറ്റില്ല. ചുമ്മാ അല്ല, പിന്നെ വലിയ തെന്നലില്ലാന്ന് തോന്നുന്നു. കരിങ്കല്ല് ഇട്ടേക്കുന്നത്, ചെളിയുണ്ട്. സ്മോക്കിംഗ് സൈഡ് ദ കേവ്. ഓക്കെ. ദൈവമേ, ഇത് ഭയങ്കര ഇട്ടാണല്ലോ. ഇതാണ് കേവ്. ഈ വെളിച്ചം നമ്മുടെ ടോർച്ചിൻ്റെ മാത്രം കേട്ടോ, വേറെ ഒരു സാധനമില്ല. ടോർച്ച് നമ്മുടെ ഫ്ലാഷാണ്, ടോർച്ച് നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കയറാം. പക്ഷേ എത്ര 300 മീറ്റർ ഉണ്ടോ ഇതിൻ്റെ ദൂരം പറഞ്ഞേക്കുന്നത്? എടുക്കുന്നുണ്ടോ വീഡിയോ? ഉണ്ട്, 300 മീറ്ററാണ് ഇത് പറഞ്ഞേക്കുന്നത്. വെള്ളം വീഴുന്നുണ്ട് വെളിയിൽ നിന്ന് കേട്ടോ. അത് മഴയുടെ ആയിരിക്കാം. വെള്ളം ഒഴുകുന്നുണ്ട്. ശ്വാസമൊന്നും കുഴപ്പമില്ലായിരിക്കുന്നു. ഇത് ലൈംസ്റ്റോൺ കേവിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ ഫോസിൽസ് ഇല്ലേ, അതാണ് ഈ കാണുന്നതൊക്കെ. മറൈൻ ഫോസിൽസ് ആണ് കൂടുതൽ പറയുന്നത്. ഇത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇച്ചിരി പാടാം. എന്നാലും ഇതൊക്കെയാണ് സാധനം. ഈ കേവിനിട്ട് എൻ്റൊന്നുമില്ല. അപ്പോൾ പോകുന്നിടം വരെ പോവുക, ശ്വാസം മുട്ടം തിരിച്ചു വരിക. നോ ഇൻ റിവ്യൂ ഓൺ ദിസ് പോയിന്റ്. യെസ്, ഞങ്ങളിപ്പം ഒരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കേവ് ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവിടെ ഒരു വഴി കിട്ടി, ഞങ്ങൾ കയറി നോക്കുകയാണ്. ഇത് തല മുട്ടും, ഇത്രയും പൊക്കമുള്ളൂ. പോയി നോക്കാം, എന്താണെന്നൊന്നും അറിയില്ല. ഇതിനകത്ത് ഏലിയൻസ് ഒക്കെ താമസിക്കുന്നുണ്ടറിയാ. ദേ കണ്ടോ, അലക്സ് പോകുന്നുണ്ടോ? ഇത്രയും പൊക്കമുള്ളൂ. ഇത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്, വേറെ ഒരു ചാനലിലും കിട്ടില്ല. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതൊന്നും അർവ കേവിൽ ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സാധനം. പൊന്നു മോനെ, എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഒള്ളി ഇൻ മല്ലു സഞ്ചാരീസ്. അർവ കേവിൻ്റെ ഒരു അൺഎക്സ്പ്ലോർ കേവിൽ ഞങ്ങൾ വന്ന് കയറിയിട്ടുണ്ട്. നിങ്ങൾ സാധാരണ യൂട്യൂബ് ചാനലൊന്നും ഈ സാധനമൊന്നും കിട്ടില്ല. ഇത്രയും പൊക്കമുള്ളൂ, തല ഇടിക്കുന്ന രീതിയിലാണ്. ഞങ്ങൾ ചുമ്മാ വന്ന് കയറിയതാണ്, എന്താണെന്നറിയാൻ വേണ്ടി. ഇതെവിടെ പോയി എത്തുമോ? വഴി കിട്ടിയോ തിരിച്ച്? ഓക്കെ, അതിന് ഞങ്ങൾ വഴി കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. വഴി ചെറുതായി ഇത്രയായി. എൻ്റെ പൊന്നെ മടുത്തേ. എന്നല്ല എക്സ്പ്ലോർ ചെയ്താലും നടന്നു മടുത്തുനിന്ന്. എനിക്ക് എന്നമ്മേ വീണാനെ. നല്ല ക്രിപ്പ് വേണം കേട്ടോ, ക്രിപ്പിനെ നല്ല തിന്നും. ചെളിയുണ്ട്. മറ്റത്തെത്തി ഏകദേശം. പിന്നെ അങ്ങോട്ട് ഇല്ലാണ്ട് വഴിയില്ലെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പോയി ഹൈറ്റ് കുറയും. ഇപ്പം തന്നെ ഹൈറ്റ് കുറവായിരുന്നു, ആൾക്കാരൊക്കെ ബാക്കി വരുന്നുണ്ട്. തിരിച്ചിറങ്ങാം. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വന്ന ദൂരം തന്നെ തിരിച്ചു പോകണം. നമ്മളങ്ങനെ കേവ് എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് എത്തി. ഓൾമോസ്റ്റ് കണ്ടോ, വെളിച്ചം കണ്ട് നമ്മൾ അഡീഷണൽ വിളിച്ചു കേട്ടോ. അഡീഷണൽ ടോർച്ച്. അമ്മേ, വെള്ളം വീഴുന്നു. ഓ, ഗുഹയ്ക്കകത്ത് വീണ ആൾക്കാരെയൊക്കെ സമ്മതിക്കണം, അല്ലെങ്കിൽ ഗുഹ എക്സ്പ്ലോറേഷന് പോകുന്ന കേവ് എക്സ്പ്ലോറേഷൻ പോകുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. അയ്യോ, ഇരുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ട്. പട്ടിക്കാനെ ഉറപ്പായിട്ടും പേടിക്കും. ആൾക്കാരൊക്കെ വെള്ളമൊന്നും വലിയ കുഴപ്പമില്ലാത്തത്. വെളിച്ചം കണ്ടേ.
ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ കുറേ സ്കെൽട്ടൺ ഒക്കെ ഉണ്ടെന്ന്. അതിൻ്റെ ഓരോരോ രൂപങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടാം. ഇതിൻ്റെ ഏകദേശമൊക്കെ വരും ആ ഒരു രൂപം. അതായത് ഞാൻ പറഞ്ഞ മറൈൻ ആനിമൽസ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇത് കുറേ ഉണ്ട്. എന്തൊക്കെയോ ജീവികളുണ്ട്, അറിയില്ല. അതൊക്കെയാണ് സംഭവം. ഓക്കെ, ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു വാട്ടർഫാളിലൂടെ കവർ ചെയ്യാനുണ്ട്. അതാണിങ്ങനെ സ്പീഡിൽ പോകുന്നത്. എന്നാലും നമ്മളെല്ലാം ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത ഐറ്റനറി ഉണ്ട്, അതനുസരിച്ച് എല്ലാം കവർ ചെയ്തിരിക്കും. അതാണ് നമ്മൾ. അപ്പോൾ കുറച്ച് ലേറ്റായി. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ തിരിച്ച് താഴെ എത്തി. ഓക്കെ, നമ്മൾ ചേച്ചിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചോദിച്ചാൽ ഒരു കടയിൽ കയറിയപ്പോൾ നല്ല ചേച്ചി കേട്ടോ, സമ്മതിച്ച്, കുഴപ്പമൊന്നുമില്ല, അപ്പോൾ എടുക്കാം. നമ്മൾ ഫോട്ടോ എടുത്തു. എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കുന്നു, എല്ലാവരും ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫോട്ടോ വല്ലപ്പോൾ നിനക്ക് ചിരിക്കുകയല്ലേ, അതേപോലെ തന്നെ. ഓക്കെ, ശരി, സന്തോഷം. നമ്മുടെ സന്തോഷം, അവർക്ക് സന്തോഷം. നമ്മളങ്ങനെ തിരിച്ച് വണ്ടിയിൽ കയറി. നമുക്ക് ഇനി അടുത്ത വാട്ടർഫാളാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പം എന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. ഇത് മേളിൽ കയറി കഴിഞ്ഞാൽ ഇതാ ഞാൻ അവിടെ ദൂരെ നിന്ന് കാണിച്ചില്ലേ, മേളിൽ ടൗൺ ഉണ്ടെന്നൊക്കെ. കാണാൻ പറ്റുമോ? ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാലും നല്ല ഭംഗിയുണ്ട്. ഈ വെയിൽ ലൈറ്റ് ഈ സമയമായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ കെ വിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇനി കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയതിൽ നിന്ന് പറയാമെന്ന് വെച്ചു. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയൊക്കെ റേറ്റ് ഭയങ്കര കുറവാട്ടോ, ടിക്കറ്റ് റേറ്റൊക്കെ. പിന്നെ വർത്തായിട്ടുള്ള സ്ഥലമാണ്. ഒരു കേവ് ആണെങ്കിൽ പോലും അത് ചെറിയൊരു അഡ്വഞ്ചറുമായിട്ട് പോവുകയും ചെയ്യാം. അതായത് കേവിനുള്ളിൽ പുറത്തും ഒരു ഫോറസ്റ്റിൽ കൂടെ ഉള്ളൊരു വോക്കുണ്ട്, ട്രക്കിംഗ് ഉണ്ട്. ചെറുതാട്ടോ, ഞങ്ങൾ വീഡിയോ കാണിച്ചില്ലേ അതുപോലെ തന്നെ. പിന്നെ കേവിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മൾ ആക്ച്വലി ഇവിടെ വരുന്നവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷനുള്ളൊരു കാര്യമുണ്ട്, ഈ നെറ്റ്വർക്കിൻ്റെ കാര്യം, സിമ്മിൻ്റെ കാര്യമൊക്കെ. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് നോർമൽ സിമ്മ് കൊണ്ടുവന്നാൽ വർക്ക് ചെയ്യും. പക്ഷെ നമ്മളിന്ന് ഇവിടെ ഒരു സിം എടുക്കാൻ നോക്കിയപ്പോൾ നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല. നമ്മൾ ജിയോയുടെ സിം എടുക്കാൻ ആദ്യം നോക്കിയത്. നമ്മൾ ആപ്പിലൂടെ നോക്കി, പറ്റിയില്ല, വെരിഫിക്കേഷൻ പറ്റിയില്ല. പിന്നെ ഒരു ഷോപ്പിൽ പോയപ്പോൾ നോക്കിയപ്പോൾ അവർ പറയുന്നത് നോർത്ത് ഈസ്റ്റ് സെക്ഷനിലുള്ള ആൾക്കാർക്കേ സിമ്മ് കൊടുക്കത്തുള്ളൂ. അതായത് നോർത്ത് ഈസ്റ്റ് സെക്ഷനിൽ ഒരു 8 സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ID കാണിച്ചാൽ മാത്രമേ സിമ്മ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ. സെക്യൂരിറ്റി റീസൺ. അത് നമ്മൾ കാശ്മീരൊക്കെ പോയപ്പോൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു സിമ്മിൻ്റെ കേസ്. അവിടെ നമുക്കില്ലല്ലോ, പോസ്റ്റ് പെയ്ഡ് അല്ലേ ഉള്ളൂ. അതേപോലെ ഈ സെക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് സിം എടുക്കാമെന്നൊന്നും വിചാരിക്കരുത് ആരും, അത് നടക്കത്തില്ല. നമ്മളിപ്പം ലൊക്കേഷൻ മാറ്റിയിട്ട് നമ്മൾ പിൻ നമ്പർ മാറ്റി കൊടുത്താൽ പോലും നമ്മുടെ ലൊക്കേഷൻ ആപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റേ വരത്തുള്ളൂ. അപ്പോൾ അത് എന്തായാലും ബ്ലോക്ക് ആവും. പിന്നെ നേരെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരിതാ പറയുന്നത്, അവരെല്ലാവരും നമ്മളോട് മോശമായിട്ടൊന്നും പറഞ്ഞില്ല. നമ്മൾ പോയി മാക്സിമം ട്രൈ ചെയ്തു, എല്ലാ ID പ്രൂഫും നോക്കി, ലൈസൻസ് നോക്കി, ആധാർ നോക്കി, പക്ഷേ ഒന്നിലും പാസ്പോർട്ട് നോക്കി. അപ്പം എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ കസ്റ്റമർ കെയർ വിളിച്ച് ചോദിച്ചു. അപ്പം അവർക്ക് നമുക്ക് എന്നാലും ഒരു പോസിറ്റീവായിട്ട് റെസ്പോൺസ് നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. നടക്കത്തില്ലെന്ന് മനസ്സിലായി. കാര്യം ഇവിടുത്തെ ലോക്കലി ആൾക്കാർ തന്നെ പറഞ്ഞല്ലോ കിട്ടില്ല എന്ന്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലുള്ള ഏതെങ്കിലും താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. നമ്മൾ ഇന്ന് ഒരു വാട്ടർഫാളിലൂടെ പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പം നേരത്തെ ക്ലോസ് ചെയ്തു, എന്തോ റീസൺസ് കൊണ്ട്. ഇവിടെ ആരുമില്ല, എന്താണെന്നറിയില്ല. പക്ഷേ നമ്മൾ ടൈമിൽ തന്നെ ചെന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ വേറെ എവിടെയും പോകാനില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഡൗക്കിക്ക് പോകുന്നു വെച്ചു. ഡൗക്കി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 3 hours അടുത്തുണ്ട്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നാളെ എന്തായാലും അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അത്രയും സമയം ലാഭിക്കല്ലോ എന്നത് നമ്മളിപ്പോൾ തന്നെ അങ്ങ് പോകും. 5 മണി ആയുള്ളായിരുന്നു. നമ്മൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ നിർത്തിയതാണേ. അപ്പം ഇതൊരു ആക്ച്വലി ട്രൈബൽസിൻ്റെ ഒരു കഫേയാണിത്. നല്ല ഭംഗിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിനുള്ളിൽ നല്ല രീതി ചെയ്തിട്ടുണ്ട്. എല്ലാം ആ ഒരു മുള ടൈപ്പില്ലേ,
ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ട് കൗണ്ടർ, ഇവിടെ കിച്ചൺ, നമുക്ക് ചായ റെഡി ആവുന്നുണ്ട്. ചായ പാലുള്ളത്. ഓക്കെ. റെഡി. ഓ ഇവിടുത്തെ അതെന്താ ഇത് വേറെ പേരാണത്? ഇത് ഷാക്രായി മില്ലറ്റ് ടീ. ഓക്കെ. ഇതെന്ത് എന്താ ടീ ഏത് ലാംഗ്വേജാ? ഇവിടുത്തെ ആണോ? ഖാസി ലാംഗ്വേജ് ആയിരിക്കും. അറിഞ്ഞൂടാ, അതറിയില്ല. അപ്പം ഇവിടെ മിക്കതും വഴിയിലൊക്കെ ബോർഡൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ സ്നാക്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? നമ്മുടെ ഉണ്ണിയപ്പം, പിന്നെ ഇലയുടെ ഉണ്ട്, കൊഴുക്കട്ട പോലെ ഇരിക്കുക. അല്ല അത് ഷേപ്പില്ലാത്തത്, അല്ല കൊഴുക്കട്ട അല്ല തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ വേറെ സ്നാക്ക് തേങ്ങയുടെ എന്താണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നിന്ന് കഴിക്കാം. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ഫീഡ്ബാക്ക് ബുക്ക് ഉണ്ടല്ലേ, നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം. വേറെ നല്ലൊരു നൈസായിട്ടുണ്ട്, ട്രൈബൽ ടൈപ്പ് തന്നെ. ഇവിടെ ഇരുന്ന് കഴിക്കാം. പുറത്ത് നല്ലൊരു വ്യൂ ഉണ്ട്, റോഡ്. യെസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ചായ വന്നു, ഒരു സ്നാക്സ് നമുക്ക് എടുത്ത് തരുന്നുണ്ട്. എന്തൊക്കെയാണ് കഴിച്ചു നോക്കാം. हिंदी आता है आपको? नहीं इसका ഇതിന്റെ പേരാണ് പുക്ലൻ ഹന്ദി കറായ്. ഇത് നമ്മൾ ഉദ്ദേശിച്ച സാധനം എല്ലാം തോന്നുന്നു. നെയ്യപ്പത്തിന്റെ ചെറിയൊരു ലുക്ക് ഉണ്ടല്ലേ. എന്താണ് ചായ കുടിച്ച് നോക്കാം. ഇത് കൊള്ളാം കേട്ടോ. നെയ്യപ്പം ആണോ? ഓക്കെ. ഇവിടെ വിളിക്കുന്ന പേരെങ്ങനെയായിരിക്കും? ഇത് ഒരു മധുരമൊന്നുമില്ല, ഇതില്ല. ചെറിയൊരു മധുരം ഉണ്ടോ? ഇത് പക്ഷെ ഒന്നുമില്ല, മധുരം ഒന്നുമില്ല. തേങ്ങയുടെ എന്തൊരു സാധനം, തേങ്ങയല്ലേ കണ്ടങ്ങനെ തോന്നും. പിന്നെ ഇത് നമ്മുടെ നെയ്യപ്പം ആയിരിക്കുന്നത്, നമ്മുടെ ചായ. ഇത് ഡിറ്റോ നെയ്യപ്പം. ഡീസൻ്റ് സാധനം കേട്ടോ, കുഴപ്പമില്ല. കൊള്ളാം, ചായ കൊള്ളാം, കുഴപ്പമില്ല, ഇഷ്ടപ്പെടും. സാഗർ സാറിൻ്റെ അപ്രൂവൽ കിട്ടി. ഓക്കെ. ഫോറിൻ സിറ്റിസൺ അപ്രൂവ് ചെയ്തു. അതെ അതെ അതെ, ഫോറിൻ സിറ്റിസൺ അപ്രൂവ് ചെയ്തു. നമ്മുടെ ഇന്ത്യക്കാരല്ലേ, നമുക്കൊക്കെ ഇത്രയല്ലേ പറയാൻ പറ്റും. ഒരു ഫീഡ്ബാക്ക് ഫോം കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡ്. It was fantastic, good behavior. വേറെ എന്താ ചെയ്യണ്ടേ? അപ്രീഷിയേറ്റ് ദിയർ എഫേർട്ട്. അത് വേണ്ടല്ലേ? വേണ്ട, അത് പോയിട്ടോ, ഇത് കട്ട് ചെയ്താണ്. ഫീഡ്ബാക്ക് ഫോം വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതൊന്ന് ഫീഡ്ബാക്ക് ചെയ്തതാണ്. ഇതാണ് ഇവിടുത്തെ അവര്. താങ്ക് യു. അവരോട് യാത്ര പറഞ്ഞ് നമ്മൾ നമ്മുടെ ദൗക്കി യാത്രയിലേക്ക് പോവുകയാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി ആണ് എടുക്കുന്നത്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. നമ്മൾ ഡൗക്കിയിലേക്ക് തിരിച്ചു. നമ്മളോർത്ത് ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ എത്തും എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വഴി ഭയങ്കര മോശമാണ്. സൈഡിലെല്ലാം ലാൻഡ് സ്ലൈഡൊക്കെ വന്ന് കിടക്കുന്നു, കൺസ്ട്രക്ഷൻ, ഭയങ്കര മോശം വഴിയാണ്. അപ്പം നമ്മുടെ ഒരു മല്ലു സഞ്ചാരിസിൻ്റെ അടുത്തു നിന്നുള്ളൊരു അഡ്വൈസ്, നിങ്ങൾ ഈ റൂട്ടിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, റോഡ് ഭയങ്കര മോശമാണ്, അതുകൊണ്ട് രാത്രി യാത്ര ഒഴിവാക്കുക. 2, ഈ പോകുന്ന വഴിയിൽ കുറേ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് മിസ്സാകാൻ ചാൻസ് ഉണ്ട്. അപ്പം വഴി തീർന്നു കളിയാ. അപ്പം നമ്മൾ ഇപ്പം ഷില്ലോങ് ടു ഡൗക്കി നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പകൽ സമയത്ത് മാത്രം ട്രാവൽ ചെയ്യുക. രാത്രി റോഡ് ഇതുണ്ടോ, ട്രാവൽ ഒഴിവാക്കുക പരമാവധി. ഓക്കെ. ഇനി എന്തെങ്കിലും എക്സൈറ്റിംഗ് അഡ്വൈസ്, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ വഴി അറിയിക്കും. നമ്മൾ ഡൗക്കിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം പോകുന്ന വഴി മുമ്പേ കാണിച്ചില്ലായിരുന്നു, അതിൻ്റെയൊക്കെ അപ്പുറമായിരുന്നു കേട്ടോ. ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡിങ് ഏരിയാസ് ആണ്. മിക്കതും ലാൻഡ് സ്ലൈഡ്സ് ആണെന്ന് തോന്നുന്നല്ലേ? അല്ലേ ഏട്ടാ, ലാൻഡ് സ്ലൈഡ്സ് ആണെന്ന് തോന്നുന്നല്ലേ നമ്മൾ കണ്ടത്? കുറേ കൺസ്ട്രക്ഷനും ഉണ്ട്, പക്ഷേ ലാൻഡ് സ്ലൈഡ്സ് ഭയങ്കര വലിയ കല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതാണ് തോന്നുന്നു. പിന്നെ അവിടെ ബോർഡൊക്കെ ഉണ്ട്, വാണിംഗ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം റോഡ് വലിയ കുഴപ്പമില്ല, നോർമൽ ടാറിങ് റോഡായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ചെയ്താന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇനി ഒരു 10-20 കിലോമീറ്റർ കൂടെ ഉണ്ട്. ലെവൽഡല്ല. അപ്പം ഇനിയിപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ ഇവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പറയാം.
എന്തായാലും ഒരു കാര്യം പറയാനുള്ളൂ, ഈ ചിറാപ്പുഞ്ചിൽ നിന്നൊക്കെ ടൗക്കിലേക്കൊക്കെ രാത്രിയിലായാലും പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഒന്നാമത് നമ്മൾ വരുന്ന വഴിക്ക് 1-2 ഇവിടുത്തെ ലോക്കൽസാണെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ എന്തോ എടുത്ത് എറിയുകയും ഇങ്ങനെ അവരുടെ വണ്ടിയും കൊണ്ട് വന്ന് നമ്മളിങ്ങനെ ഇടിപ്പിക്കാൻ നോക്കും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് പ്രശ്നമില്ല. എല്ലാവരും ഇപ്പം നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല റിസ്ക് ആയിരിക്കും. പിന്നെ ഈ റോഡിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും പറ്റിയാലും മിണ്ടാതിരിയൊന്ന്. അതായത് നമ്മൾ മെൻസ് മാത്രം, അതായത് ഉദ്ദേശിച്ചത് ബാച്ചിലേഴ്സ് ഉദ്ദേശിച്ചല്ല. അപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും വല്ല പറ്റിക്കഴിഞ്ഞാൽ പോലും ആരും കാണത്തില്ല ഹെൽപ്പ് ചെയ്യാൻ. അപ്പം പിന്നെ നല്ല വ്യൂ ആണ് ഈ റോഡിൽ. അത് നമ്മൾ തിരിച്ചു പോകുന്ന ഇതുവഴിയാണെന്ന് തോന്നുന്നു, ലൈറ്റ് കുറവൊന്നുമല്ലേ, തിരിച്ചു പോകുന്ന ഇതുവഴിയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് കാണിച്ചു തരാം. അപ്പോൾ രാത്രി അങ്ങനെ ട്രാവൽ ചെയ്തിരിക്കുകയാണെങ്കിൽ നല്ലത് ഈ റൂട്ട്. അതെ, നമ്മൾ ലാസ്റ്റ് റൂമിലെത്തി. ഇവിടെ ആക്ച്വലി റൂംസൊക്കെ കുറവാട്ടോ ഭയങ്കരമായിട്ട്. നമ്മൾ വന്ന വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ മനുഷ്യൻ മടുക്കും. ദൈവത്തെ യാത്ര ട്രാവൽ ചെയ്തത് ഇങ്ങോട്ട് പകലേ നോക്കാൻ വരാവുള്ളൂ, അല്ലെങ്കിൽ വെറുക്കും. വന്നു കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോലും സ്ഥലമില്ല. ഇവിടുത്തെ കടയൊക്കെ 9 മണിയാകുമ്പോൾ അടയ്ക്കും. നമ്മൾ വന്നപ്പം 10:15 കഴിഞ്ഞു. പിന്നെ നമ്മുടെ റിസപ്ഷനിലെ പയ്യൻ എന്തൊക്കെയോ സെറ്റാക്കാന്നൊക്കെ പറഞ്ഞു, കിട്ടുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ബംഗ്ലാദേശിൻ്റെ തൊട്ടടുത്താട്ടോ 1 കിലോമീറ്റർ ഉള്ളൂ ബോർഡർ എന്നാ പറഞ്ഞത്. നമുക്ക് അപ്പം അവിടെ പോകാൻ പറ്റുമെന്ന കാര്യം അറിയില്ല, നോക്കാം. എന്താ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ നല്ല ടയേർഡാണ്. നമുക്ക് നാളെ കിടിലൻ വിഷ്വൽസായിട്ട് നാളെ കാണാം. ബൈ.